എങ്ങനെയായിരുന്നു കല്യാണം? ഒളിച്ചോടി പോയി. അടിച്ചോണ്ട് പോയി? കോളേജിൽ നിന്ന് അടിച്ചോണ്ട്. കോളേജിൽ നിന്ന് എങ്ങനെ? ആരാണ് അതിൻ്റെ? കോളേജിൽ നിന്ന് ഹനുമാനും ലക്ഷ്മണനൊക്കെ മാറി. ഈ പറഞ്ഞ കൺഫ്യൂഷൻ ടീം ഉണ്ടല്ലോ ഞങ്ങളുടെ ബാൻഡ്, അലമ്പ് ടീമായിരുന്നു. അയ്യോ കൊള്ളാം. അവർ ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ ജോയ് ആ ടീമൊക്കെ. പിന്നെ എൻ്റെ ഒരു ട്യൂഷൻ സാറുണ്ട്, വിജയമോഹൻ സാർ എന്ന് പറഞ്ഞിട്ട്. നല്ല അധ്യാപകൻ. ഓക്കെ. പക്ഷെ നന്നായിട്ട് പ്രൂവ് ആയില്ലേ ഇപ്പോൾ? ഇങ്ങനെ ആയിരിക്കണമായിരുന്നു. ഓക്കെ. എന്നിട്ട് പക്ഷെ അദ്ദേഹം ഭയങ്കര മോൾ സപ്പോർട്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ഈ സമയമൊക്കെ വളരെ രഹസ്യമാക്കി വെച്ചു അല്ലേ? അതൊക്കെ പെട്ടെന്ന് എടുത്ത തീരുമാനം. എൻ്റെ ലൈഫിലെ മിക്കവാറും എല്ലാം അങ്ങനത്തെ ഇൻസ്റ്റന്റ് ആണ്. പെട്ടെന്ന്. ഓക്കെ. അങ്ങനെ അവളെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കുന്നു. 3:30 വിചാരിക്കണം, 5:30 ഇറങ്ങണം. എന്നിട്ട് എങ്ങോട്ട് പോയി? എന്നിട്ട് നേരെ ഞങ്ങൾ അന്ന് വിജയമോഹൻ സാറിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അവിടെ നിന്ന് രാവിലെ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നു, കല്യാണം കഴിക്കുന്നു. അച്ഛനെ ഞാൻ വിളിച്ച് പറയുന്നു, ഐ ആം ഗെറ്റിംഗ് മാരിഡ്, ഐ ഗോട്ട് നോ അതർ ചോയ്സ്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിക്കുകയാണെന്ന് പറയണം. അവിടെ നിന്ന് ഞാൻ നേരെ പോകുന്നത് എറണാകുളത്തെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ്. അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ, എൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് 2 ആഴ്ച അടുപ്പിച്ച് ഞങ്ങൾ താമസിക്കുന്നു. തിരിച്ചിട്ട് വേണ്ടം വരുന്നത് മുതൽ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ട്രാക്കിൽ നിന്ന് തെറ്റി വേണമെങ്കിൽ ഒന്ന് സ്കിഡ് ചെയ്യുന്നൊരു ഘട്ടങ്ങളൊക്കെ ഒരു പക്ഷെ ഉണ്ടാകാം. താങ്കളെപ്പോലെ എക്സ്ട്രീം മൂഡ് സ്വിങ് ഉള്ള ആള്, പിന്നെ കലാകാരന്മാർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ, പിന്നെ പ്രായത്തേക്കാൾ കൂടുതലുള്ള ചെറുപ്പം, ഈ ഘട്ടത്തിലൊക്കെ ലക്ഷ്മി ഒരു കൈത്താങ്ങായിരുന്നു. എപ്പോഴുമാണ് നല്ല. ചില സമയത്ത് ചെവിക്ക് പിടിച്ചു. ഇല്ല, അതാണ് ഞാൻ അവളിൽ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡും അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും കംഫർട്ട് ലെവൽ അവിടെയാണ് ലക്ഷ്മിയായിട്ട്. ഞാൻ ഇതുവരെ പോകുമെന്നും ഞാൻ ഇതുവരെ നിൽക്കുമെന്നും അവൾക്ക് നന്നായി അറിയാം. എത്ര SMS വരെ ബാലഭാസ്കർ അയക്കുമെന്നും എത്ര SMS വരെ ബാലഭാസ്കറിന്റെ ഇൻബോക്സ് കിട്ടുമെന്നും കണ്ടന്റ് എന്തായിരിക്കും നന്നായിട്ട് അറിയാം. ലക്ഷ്മിക്ക് അറിയാം അല്ലേ? എത്ര അയച്ചാലും ഇവന് അയക്കാൻ അറിയാവുന്ന വെക്കാബുലറി ഇത്രയേ ഉള്ളൂ. ഇതുവരെയൊക്കെ പോകുന്ന പിന്നെ പോയാലും തിരിച്ചു വരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല.